ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസ് തപ്പി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയൊരു മോഡൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്കൊരു 2-3 ഡിസൈൻസും കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാരി ബ്ലൗസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതിനോട് വർക്ക് ചെയ്യുന്നു തോന്നിയത് കൊണ്ട് ഞാനൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് വെയർ ചെയ്ത് നോക്കാം. ഞാൻ ഹാവൻ വോൺ ദ സാരി ആയിട്ട് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സ്റ്റിൽ ഞാനൊന്നെടുത്ത് വെച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ അത് ഉടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നല്ല രസമുള്ളൊരു ബ്ലൗസും ഒക്കെ ആയിട്ട് കയ്യിലുള്ള 1-2 ആക്സസറീസും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ആക്സസറൈസ് ചെയ്ത് ഒന്ന് റെഡിയായി നോക്കാം. ഞാനെപ്പോഴും ഇതിനകത്തോട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. ജസ്റ്റ് ഒരു പാല് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും എനിക്ക് കമ്മൽ തന്നെയല്ലേ ബെറ്റർ മാലേനെക്കാട്ടിലും. നമ്മളത് ഡ്രൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ആ സാരിയുടെ ഭംഗി ഇങ്ങനെ കാണണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു കാഷ്വൽ ലുക്കിനും ഭംഗിയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പ്ലീറ്റ് എടുക്കുവാണെങ്കിൽ ഒരു 2-3 പ്ലീറ്റൊക്കെ എടുത്തിട്ട് ഒരു കാഷ്വൽ ലുക്കായിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഞാൻ ഈ പ്രതീക്ഷനെക്കാട്ടിലും സാരിക്കൊരു ഭംഗിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണ്ട. അപ്പം നമുക്കിനി പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി സാരീസും കൂടി കാണാം. അപ്പോൾ വൈറ്റ് ബേസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയാണ്. ആൻഡ് ഇനി നമുക്ക് ഇതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു ഫീൽസ് ലൈക്ക് ദ മൂൺ അല്ലേ. ആ ഒരു പെട്ടെന്ന് എനിക്ക് ആ വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ആ ഒരു മൂണിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ പോലെ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അത് പല്ലു നമ്മൾ കണ്ടു. ആൻഡ് അതിൻ്റെ ബോഡി വരുന്നത് ഈ ഒരു എന്ത് ഭംഗിയുള്ള സാരിയാണെന്ന് ഞാൻ നോക്കുന്നത്. നല്ല രസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ശരിക്കും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്ക്, നമ്മൾ ഈ ഒരു ലുക്കിൽ ഉടുത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ പോർഷൻ വന്നിട്ട് നല്ലൊരു ലുക്ക്, താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു കുഞ്ഞ് നമ്മൾ അജ്രക്കിനകത്തൊക്കെ വരുന്ന ആ ഒരു പ്രിൻറ്റ് പാറ്റേൺസ് തന്നെ ഇതെല്ലാം നാച്ചുറൽ ഡൈസ് ആണ് കേട്ടോ. ഇത് നമ്മൾ യൂഷ്വലി കിട്ടുന്ന മൊഡാൽസിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ലൈറ്റർ ആയിട്ടുള്ള ഫീൽ. അത് മൊഡാൽ തന്നെയാണ്, അതിൻ്റെ ഒരു വീവിങ് കുറച്ചും കൂടി ലൈറ്റർ ആക്കിയിട്ട് എനിക്ക് കയ്യിലെടുത്തപ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നമുക്ക് 3600 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഭയങ്കര രസമുള്ള കളക്ഷനാണ്. എനിക്കതെല്ലാം ഡ്രേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് എന്തായാലും അയക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു ലുക്ക്. അപ്പോൾ എന്നെ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. യു കെൻ സീ ഓൾ ദി കളക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് നമുക്കൊന്ന് നോക്കാം. ആ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്കാണോ അല്ല, ഇതിനകത്ത് നമുക്ക് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. ചിലതിൻ്റെ അകത്ത് പ്രിൻറ്റഡും ചിലതിൻ്റെ അകത്ത് പ്ലെയിനും ആണ് കേട്ടോ. വിത്ത് ബോർഡർ ആയിട്ട് വരുന്ന ബ്ലൗസാണ് ഇതിൻ്റെ ലുക്കിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. ദിസ് ഈസ് ഓൾസോ എ വെരി സ്റ്റണിങ് ലുക്ക്. അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്സ് ആക്ച്വലി വർക്ക്സ് വെരി വെൽ. എൻ്റെ ആ ഒരു പ്രിൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ലൈക്ക് ദി സ്ട്രൈപ്സ് ആൻഡ് ദെൻ കംസ് ദി റെഡ് ഫ്ലോറൽ ലുക്ക്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ബ്ലൂ ഫ്ലോറൽസ് ആൻഡ് ദെൻ ദ റിപ്പീറ്റ് അഗൈൻ. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. നല്ല രസമാണ്. സാരി വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഷോർട്ടർ ഫീൽ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. കാരണം അപ്പർ പോർഷനിൽ നമുക്ക് ആ ഒരു വെർട്ടിക്കൽ പാറ്റേൺ വരും, അത് താഴോട്ട് നമുക്ക് വരുമ്പോഴേ ഉള്ളത്. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ ഷോർട്ടർ, എന്നാലും അങ്ങനെ ഒരു ഭയങ്കര കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ലോവർ പോർഷനിൽ കുറച്ച് ഹൊറിസോണ്ടലായിട്ട് ആ ഒരു സ്ട്രൈപ്സ് വരും കേട്ടോ. ആണ് അതിൻ്റെ ലുക്ക്. അതിൻ്റെ ബ്ലൗസ് വരുന്നത് ലൈക്ക് വിത്തൗട്ട് ദി റെഡ്. ഇതാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതോട് അങ്ങനത്തെ ഉള്ളൊരു സ്റ്റൈല് തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ദിസ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. ഞാൻ എല്ലാം ഇങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുള്ള കുറച്ച് ലുക്സ് നോക്കിയതാണ്. അജ്രക്കിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്, പക്ഷേ ഇത് ലൈക്ക് ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് റിയലി നൈസ്. ഇതിൻ്റെ അകത്ത് വേർട്ടിക്കലായിട്ടുള്ള പാറ്റേൺ നമ്മൾ മുന്നേ കണ്ടാൽ മേളിൽ വരുമ്പോഴത്തേക്ക് വേർട്ടിക്കൽ, താഴോട്ട് വരുമ്പോൾ ഹൊറിസോണ്ടൽ. ഇതിനകത്ത് പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഉടുത്ത് കഴിയുമ്പോൾ നോക്കിയാൽ അതിൻ്റെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു വേരിയേഷൻ ഫീൽ ചെയ്യും. പെട്ടെന്ന് കാണുമ്പോൾ സാരി സ്ട്രൈക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി. മൊഡാൽ സിൽക്കാണ്, നല്ല മൊഡാൽ സിൽക്കാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്ററായിട്ട്, ഞാൻ കണ്ടിട്ടുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്ററായിട്ട് വീവ് ചെയ്തെടുത്ത് വന്നിരിക്കുന്നതാണ്. നമുക്ക് യു ക്യാൻ സീ ദി ഷെയ്ഡ്, എത്രത്തോളം ഷെയ്ഡ് വരുന്നു എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ, ട്രാൻസ്പെറൻ്റ് അല്ല. നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഫാബ്രിക് നമുക്ക് കുറച്ച് അതിനകത്തൂടെ കാണാൻ പറ്റത്തില്ലേ, അത്ര തന്നെ അതിനകത്ത് വരുന്നുള്ളൂ. ബ്ലൗസ് വന്നിട്ട് പ്ലെയിനാണ്. ആ ഒരു ബോർഡർ പാറ്റേൺ ബ്ലൗസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ദിസ് ഇസ് ദി ബ്ലാക്കിൻ്റെ ലാസ്റ്റ് ലുക്ക്. വെറുതെ നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ ഒരു പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാരി വാങ്ങിച്ചാൽ മതി. യു ക്യാൻ സ്മെൽ ദ ടർമറിക് ആക്ച്വലി. ഇറ്റ്സ് റിയലി നൈസ്. ലുക്ക് അറ്റ് ദ പാറ്റേൺ. അപ്പോൾ പോർഷനിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക്, ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ്, എല്ലാം ഹാൻഡ് ബ്ലോക്ക്ഡ് നാച്ചുറൽ ഡൈസ് ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. ബ്ലൗസ് ഇസ് ഓൾസോ വെരി പ്രിറ്റി. ഫുള്ള് ബ്ലൗസിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് പല്ലു വന്നിട്ട് കോമ്പിനേഷൻ ഓഫ് പ്രിൻസ് ആണ്. ആൻഡ് ഓൾ ഓവർ ലുക്ക് വരും. ഇത് നമുക്ക് ഒരു ലോ പോർഷനിൽ ബോർഡർ ആയിട്ടല്ല, പക്ഷേ ആ ഒരു പാറ്റേൺ കുറച്ച് ബ്രോഡായിട്ട് ലോവർ അഗൈൻ ആ ഒരു ഹൈറ്റ് കട്ടാവുന്ന ഫീല് വരുന്ന ഒരു ലുക്കൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല കേട്ടോ. ദിസ് ഇസ് ദി ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് ഇസ് എ ബ്ലൂ ലുക്ക്. ഇതും ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ പ്ലേസ്മെൻ്റ് അതിനകത്ത് വന്നിട്ടാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. സിഗ്സാഗ്സിൻ്റെ 2 കോമ്പിനേഷൻ മേഡിൽ സൈഡിൽ ട്രഡീഷണൽ മോട്ടീവ്സ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് കോമ്പിനേഷൻ പ്രിൻസിൽ വന്നിരിക്കുന്ന പല്ലു. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. ആ ഒരു ബ്ലൂ ബേസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ബ്ലൂ ടോൺ. സോ ഓൾ ദീസ് സാരീസ് ആർ വെരി പ്രിറ്റി. പ്യോർ മഡാൽ സിൽക്ക്, പക്ഷേ നമുക്ക് അത്രയും ഭയങ്കര ഹെവി ആയിട്ടുള്ള ലുക്ക്, അത് വെയിറ്റ് കുറച്ച് ലൈറ്ററായിട്ട് വീവ് ചെയ്തെടുത്തേക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് ഓൺലി 3600.